ദൈവമാകട്ടെ. വീണ്ടും ദൈവജനത്തിന്റെ മധ്യത്തിൽ പറയാൻ ദൈവം സ്വാഗതം ചെയ്യുന്നു. ദൈവജനത്തിൽ നിന്നും അതിശക്തമായ രീതിയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇങ്ങനെയൊരു സ്പെഷ്യൽ പ്രോഗ്രാം അത് ശരിയാണോ എനിക്കെന്ന് അറിയില്ല, എങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയെങ്കിൽ ദൈവജനം പ്രത്യേകം ശ്രമിക്കുക. ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ ആധുനിക യുഗത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളും അതിന്റെ റിപ്പോർട്ടുകളും ഒക്കെ സർവ്വസാധാരണമാണ്. നമ്മളുടെ ബൈബിൾ പഴയ കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ആ സമയത്ത് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഒരു ബൈബിൾ ന്യൂസ് അതെങ്ങനെ വരുമായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ക്ഷമിക്കണം എന്നുള്ളത് പറഞ്ഞു. ബൈബിൾ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്തുവിൽ പ്രിയ സഹോദരൻ വിജോറിയാണ്. പ്രധാന വാർത്തകൾ: എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഷമ്മനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. മൂന്നാം നിലയിൽ നിന്നും താഴെ വീണ യുത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പഴം പറിച്ചു തിന്നവർ പിടിയിലായി. സെഞ്ചുറി കടന്ന അബ്രഹാമിന് താലോലിക്കാൻ വാർദ്ധക്യത്തിൽ ഒരു മകൻ. ഈ വർഷത്തെ കോടിപതിയായി ഇയ്യോബിനെ തിരഞ്ഞെടുത്തു. കഴുതയുടെ താടിയിലുകൊണ്ട് 1000 പേരെ കൊന്ന് ശിംശോൻ രക്ഷപ്പെട്ടു. ഇസ്രയേലിൽ നട്ടുച്ചയ്ക്ക് അന്ധകാരം. സ്ലിംഗ് ഷോട്ടിൽ ദാവീദിന് വിലക്ക്. വാർത്തകൾ വിശദമായി. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഷമ്മനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതല്ലായിരുന്നു മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ച് വാർത്തപ്പെട്ടതാണെന്നും ഷമ്മൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ലൈനുണ്ട്. ഹലോ ഐസക്, എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? ഹലോ 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 ഐസക്, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? പറഞ്ഞോളൂ. എനിക്ക് ഞാനിപ്പോ നിൽക്കുന്നത് യെരുശലേമിൽ നിന്ന് ഗസയ്ക്ക് പോകുന്ന നിർജ്ജനമായ പ്രദേശത്താണ്. ഇവിടെ അത്യന്തം സംഭ്രമജനകമായ സാഹചര്യങ്ങളാണ് അരങ്ങേറുന്നത്. എത്യോപ്യ രാജ്ഞിയുടെ മിലിറ്ററി ഓഫീസർമാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തങ്ങളുടെ മിനിസ്റ്ററിനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് വളരെയധികം സുരക്ഷാ സംഘങ്ങളാണ് അദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ ആരും അപായപ്പെടുത്താൻ ശ്രമിച്ചതല്ല. പക്ഷേ എന്നാൽ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ തങ്ങളുടെ സുവിശേഷം പറഞ്ഞതനുസരിച്ച് തന്നെ സ്നാനം ധരിപ്പിക്കൽ മാത്രമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ഐസക്, എന്താണ് ഈ സ്നാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിസ്റ്റർ ഷമ്മന്റെ അഭിപ്രായത്തിൽ രക്ഷിക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച ഒരു വ്യക്തി ഏൽക്കേണ്ട കാര്യമാണ് സ്നാനം എന്ന് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്നതാണ് സ്നാനം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. നന്ദി ഐസക്. ബൈബിൾ ന്യൂസിന് വേണ്ടി ഗസയിൽ നിന്ന് ഐസക്, ക്യാമറമാൻ എസ്പിയോടൊപ്പം. നന്ദി ഐസക്. മൂന്നാം നിലയിൽ നിന്നും താഴെ വീണ യുത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോകപ്രസിദ്ധ സുവിശേഷകനായ പൗലോസിന്റെ ഹെവൻലി ക്രൂസേഡ് എന്ന കൺവെൻഷൻ പ്രസംഗത്തിനിടയ്ക്ക് ഗാർഡിനെതിരായി മൂന്നാം നിലയിൽ നിന്നും താഴെ വീണ യുത്തിക്കോസിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുത്തിക്കോസ് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ മരിച്ചിരുന്നു എന്ന് ആശുപത്രി അധികൃതർ രേഖപ്പെടുത്തി. തുടർന്ന് പൗലോസ് അവന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചിട്ടില്ല, അവന്റെ ആത്മാവ് അവൻ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ സുഖപ്പെടുത്തിയതായി കൺവെൻഷൻ കമ്മിറ്റി കൺവീനർ ഞങ്ങളെ അറിയിച്ചു. പഴം പറിച്ചു തിന്നവർ പിടിയിലായി. ഏദനിൽ ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞിരുന്ന പഴം കഴിച്ച് ആദവും ഹവ്വയും പിടിയിലായി. ഇതിനെ തുടർന്ന് ഇവരെ ഏദനിൽ നിന്നും പുറത്താക്കിയതായി ഞങ്ങളുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. തന്റെ ഭാര്യ സഹോദരിയാണ് ഈ കൃത്യം ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് ആദം ഞങ്ങളുടെ ലേഖകനോട് വെളിപ്പെടുത്തി. അതേസമയം പാമ്പ് തന്നെ പറ്റിക്കുകയായിരുന്നു ഉണ്ടായതെന്ന് ഹവ്വയും മറുപടി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. സെഞ്ചുറി നേടിയ അബ്രഹാമിന് വാർദ്ധക്യത്തിൽ താലോലിക്കാൻ ഒരു മകൻ. വൈദ്യശാസ്ത്ര ലോകത്തെ ഞെട്ടിപ്പിച്ച ഈ സംഭവം ദൈവത്തിന്റെ ദാനം ആണ് എന്ന് അബ്രഹാം പ്രസ്താവിച്ചു. തങ്ങളുടെ കുഞ്ഞിന് ചിരി എന്നർത്ഥമുള്ള ഇസ്ഹാഖ് എന്ന പേർ ഇടുമെന്നും മാതാപിതാക്കൾ വാർത്താലേഖകരോട് അറിയിക്കുകയുണ്ടായി. ഈ വർഷത്തെ കോടിപതിയായി ഇയ്യോബിനെ തിരഞ്ഞെടുത്തു. ബൈബിൾ ടുഡേ മാസികയുടെ സർവേ പ്രകാരം
ഇയ്യോബിനെ ഈ വർഷത്തെ കോടിവലയിൽ ഒന്നാമനായി തിരഞ്ഞെടുത്തു. ഈ വർഷം സാമ്പത്തിക മാന്ദ്യം മൂലം കനത്ത നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ദൈവം തന്നെ അനുഗ്രഹിച്ച് തന്റെ സമ്പത്ത് ഇരട്ടിയായി നൽകി എന്നാണ് ഇയ്യോബ് മാധ്യമങ്ങളോട് രേഖപ്പെടുത്തിയത്. കഴുതയുടെ താടിയലുകൊണ്ട് 1000 പേരെ കൊന്ന് ശിംശോൻ രക്ഷപ്പെട്ടു. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഐസക് ഇപ്പോൾ ലൈനിലുണ്ട്. ഐസക്, എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? ഹലോ വിജയ്, ഞാൻ പറയാൻ കേൾക്കാമോ? പറയുന്നത് കേൾക്കുന്നുണ്ട്. ഐസക് പറഞ്ഞോളൂ. ഞാനിപ്പോൾ യഹൂദയിൽ ലേഖി എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ വളരെയധികം മൃഗീയവും പൈശാചികമായ കാര്യങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. വിശുദ്ധ ഇസ്രായേലിനെ നിഷേധിപ്പിച്ച ശിംശോൻ എന്ന വ്യക്തിയാണ് ഇതിന് പുറകുന്നതാണ് ഇവിടുത്തെ അധികൃതർ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, എന്റെ പുറകിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഈ സന്ദർഭത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം കൗതുകരമായ കാര്യം, ഒരു കഴുതയുടെ പച്ചത്താടിയിലുകൊണ്ട് ഏകദേശം 1000-ഓളം പേരെയാണ് അദ്ദേഹം ഇവിടെ തല്ലിക്കൊണ്ട് കുഴിച്ചുമൂടിയിരിക്കുന്നത്. ഏകദേശം 2 ഫുട്ടായിട്ട് അതിനെ കൂട്ടിക്കിരിക്കുകയാണ്. മാത്രമല്ല, ഫെലിസ്തീനെ ഇവിടെ വളരെയധികം യുദ്ധസന്നാഹങ്ങളാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ശിംശോനെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ വെടിവെക്കാനാണ് ഫെലിസ്തീനെ ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് ശിംശോനുമായി ബന്ധപ്പെട്ടതിന് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരം തന്റെ ജനമായ ഇസ്രായേലിനെ ശല്യപ്പെടുത്തിയ ഫെലിസ്തീനെയാണ് താൻ കൊന്നതെന്നാണ് ശിംശോൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്രയും വിവരങ്ങളാണ് എനിക്ക് ഇവിടുന്ന് ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഞാൻ നിങ്ങളെ ബന്ധപ്പെടുന്നതാണ്. ബൈബിൾ ന്യൂസിന് വേണ്ടി ഐസക്, ക്യാമറമാൻ എസ് കൊടുക്കും. നന്ദി ഐസക്. ഇസ്രയേലിൽ നട്ടുച്ചയ്ക്ക് അന്ധകാരം. ഇസ്രയേലിൽ നട്ടുച്ച നേരം മുതൽ ഏകദേശം 3 മണിക്കൂറോളം അന്ധകാരം വ്യാപിച്ചതായി ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തു. ലോകരക്ഷയ്ക്കായി വന്ന യേശു എന്ന വ്യക്തിയെ ക്രൂശിച്ചതിനെ തുടർന്നാണ് ഈ അത്ഭുത പ്രതിഭാസം ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ യഹൂദ പ്രമാണികൾ യേശുവിനെ കുറ്റക്കാരനായി മുദ്രകുത്തിയാണ് ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചത്. പേര് വെളിപ്പെടുത്താത്ത ഒരു റോമൻ മിലിറ്ററി ഓഫീസർ ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതായി ഞങ്ങളുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തു. അടുത്ത സ്പോർട്സ് വാർത്തകൾ. സ്ലിംഗ് ഷോട്ടിൽ ദാവീദിന് വിലക്ക്. ഇസ്രയേലിലെ മികച്ച സ്ലിംഗ് ഷോട്ട് താരമായ ദാവീദിന് ആജീവനാന്ത വിലക്ക്. ഫെലിസ്തീൻ ദേശത്തെ കളിക്കാരനായ ഗോലിയാത്തിനെ കളിക്കിടയിൽ എറിഞ്ഞു വീഴ്ത്തിയതിനെ തുടർന്നാണ് ഈ വിലക്ക് ഏർപ്പെടുത്തിയത്. മുൻ വർഷങ്ങളിൽ തങ്ങളെ വെല്ലുവിളിക്കുകയും സഹകളിക്കാരെ ഉപദ്രവിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ദാവീദ് ഈ കൃത്യം ചെയ്തത് എന്ന് സ്പോർട്സ് കമ്മിറ്റി ഞങ്ങളുടെ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തു. ഗോലിയാത്തിന്റെ ശവസംസ്കാരം നാളെ ഫെലിസ്തീനിൽ വെച്ച് നടക്കും. കാലാവസ്ഥ. മിസ്രൈമിൽ കൽമഴയും ഇടിയും. കൽമഴയെ തുടർന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അനേകം മരണങ്ങളും നാശനഷ്ടങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രയേൽ ജനം പാർക്കുന്ന ഗോഷാൻ ദേശത്ത് ഇതുവരെയും കൽമഴയും ഇടിയും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എത്യോപ്യ രാജ്യയുടെ ധനകാര്യമന്ത്രി ഷമനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. 3-ാം നിലയിൽ നിന്നും താഴെ വീണ യുത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പഴം പറിച്ചവർ പിടിയിലായി. സെഞ്ചുറി കടന്ന അബ്രഹാമിന് താലോലിക്കാൻ വാർദ്ധക്യത്തിൽ ഒരു മകൻ. ഈ വർഷത്തെ കോടിവലിയായി ഇയ്യോബിനെ തിരഞ്ഞെടുത്തു. കഴുതയുടെ താടിയിലുകൊണ്ട് 1000 പേരെ കൊന്ന് ശിംശോൻ രക്ഷപ്പെട്ടു. ഇസ്രയേലിൽ നട്ടുച്ചയ്ക്ക് അന്ധകാരം. സ്ലിംഗ് ഷോട്ടിൽ ദാവീദിന് വിലക്ക്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.